സ്കിൻ ബ്രൈറ്റ് ആകുമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഇടാൻ തുടങ്ങിയത്. പക്ഷേ ഇത് കുറച്ച് നേരം കൂടെ മുഖത്തിരുന്നാൽ മേ ബി മുഖത്തിന് വേറെ എന്തെങ്കിലും സംഭവിക്കും എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അപ്പം തന്നെ വാഷ് ചെയ്ത് കളഞ്ഞു. എന്താ ഉണ്ടായെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന സാധാരണ നമ്മൾ കാണാത്ത ഒരു കളറിലുള്ള ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റോസ് പെറ്റൽ പൗഡറാണ്. ഇത് നമ്മൾക്ക് കുറച്ചായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെയാണ് ഞാനത് മേടിച്ചത്. ഒരു കോംബോ ആയിരുന്നു, അപ്പോൾ അതിലിതും ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ട്രൈ ചെയ്തത്. പക്ഷേ എനിക്ക് പണി കിട്ടി. ഞാനത് മിക്സ് ചെയ്തത് അലോവേര ജെല്ലും പാലും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഞാൻ 2 സ്പൂൺ റോസ് പെറ്റൽ പൗഡറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടത് നന്നായിട്ട് മിക്സാക്കി അതിനുശേഷം ഞാനത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഒരു പൗഡർ ഫോമിലുള്ളൊരു സാധനമല്ലേ, അപ്പോൾ നമുക്ക് സ്കിന്ന് ഡ്രൈ ആവണ്ടല്ലോ. അങ്ങനെ കരുതിയിട്ടാണ് പാല് ചേർത്ത് മിക്സ് ചെയ്തത്. എല്ലാ പാക്കും അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിത് അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോ ഒരു ചെറിയ വ്യത്യാസം. പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇതിൽ ഞാനൊന്നും അങ്ങ് കാര്യമാക്കിയില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, പഞ്ചസാരയുടെ ക്രിസ്റ്റൽസ്, അതുപോലെ എന്തോ ഒന്ന് ഈ ഒരു ഫേസ് പാക്കിൽ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മോസ്റ്റ്ലി നമ്മുടെ സ്കിന്നെ ഹാർഷ് ആക്കും. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും തോറും അത് നമ്മുടെ സ്കിന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മേ ബി മൈക്രോ കട്ട്സ് ഉണ്ടാക്കും. അതുകൊണ്ട് ഞാനത് അപ്പം തന്നെ വാഷ് ചെയ്തിട്ട് കുറച്ചധികം അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള കട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ എനിക്കിത് കഴുകിക്കളഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അത് അപ്ലൈ ചെയ്തപ്പോൾ മാത്രമാണ് പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് വേറൊരു ബ്രാൻഡിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ഒരു കോമ്പോയിലുണ്ടായിരുന്ന ബാക്കി എല്ലാ പൗഡേഴ്സും അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.